ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ നമ്മളിന്നൊരു കാലത്ത് തന്നെ ജസ്റ്റ് ഒന്നൊരു കാട്ടിക്കൂടെ നടക്കാൻ ഇറങ്ങിയേക്കാട്ടാ. അപ്പോൾ അതന്നെ പാരൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെ വിസിറ്റർ വിസയിൽ നമ്മൾ അപ്പച്ചനും അമ്മച്ചീനും എൻ്റെ അപ്പച്ചനും അമ്മച്ചീനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ച് എന്തായാലും ഇപ്പോൾ അവരുടെ കൂടെയാണ്. അതെ, അപ്പോൾ അതാരണം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചുമ്മാ എണീറ്റ് നല്ല ഇരുട്ടാണല്ലോ ഇത്. നല്ല അടിപൊളി സ്ഥലമാട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു കാടിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം. ഓക്കെ, അപ്പോൾ അതിനിടയിൽ കൂടെ ഇപ്പോൾ ഞങ്ങൾക്കൊരു കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ സമയത്ത് കുറേ ഏജൻസികളൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട് നാട്ടിലെ ഏജൻസികളായിട്ട്. അപ്പോൾ അതിലൊരു ഏജൻസിക്കാർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു, ഇപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് 1 year കഴിഞ്ഞില്ലേ, എങ്ങനെയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, നല്ലതാണോ സ്റ്റുഡൻസിനൊക്കെ വരാനായിട്ട്, നിങ്ങൾ സെറ്റിലായോ, എന്താ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാൻ കുറച്ച് ഇൻഫർമേഷൻ തരുമെന്ന് ചോദിച്ചു. അതായത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വരുമ്പോൾ ഉള്ള എക്സ്പീരിയൻസും 1 വർഷം കഴിഞ്ഞിട്ട് ഉള്ള എക്സ്പീരിയൻസും രണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് തോന്നണു, ഇപ്പോൾ വന്നിട്ട് 1 വർഷമായി, കഴിഞ്ഞ 1 വർഷം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യണത്, അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഒരു മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ നീതു, ഇപ്പം നമ്മൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം നിനക്ക് എന്തൊക്കെ ഫീൽ ചെയ്തത്? കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ 2 സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസവും ബെനിഫിറ്റുകളും ഉണ്ട്. ഇപ്പോൾ ദുബായിൽ പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ദുബായ് ആയിരിക്കും ഇത്തിരി കൂടി ഒരു നല്ല ഓപ്ഷൻ. കാരണം അവിടെ കുറേ മാളുകളും കുറേ ഷോപ്പിംഗ് സെൻറ്ററുകൾ, കുറേ സ്ഥലം, പാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ വേറൊരു അഡ്വാൻറ്റേജ്, പിന്നെ അവിടെ ടാക്സ് ഇല്ല. അപ്പം നമുക്ക് പണിയെടുക്കുന്ന പൈസയൊക്കെ നമുക്ക് തന്നെ കയ്യിൽ കിട്ടും. അപ്പോൾ 2 സ്ഥലം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദുബായിലാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വൈസ് അവിടെ ആയിരിക്കും കൂടുതൽ സംഭവങ്ങളുള്ളത്. മീൻസ് ഇങ്ങനെ കുറേ മാളുകൾ, പാർക്കുകളും ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എൻഗേജ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവും. പിന്നെ അവിടെ ടാക്സ് ഇല്ല. അപ്പോൾ നമ്മൾ പണിയെടുക്കണ പൈസയൊക്കെ നമുക്ക് സേവ് ചെയ്യാം. പക്ഷേ ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല, അതും കൂടി പറയണല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് അവിടെ 2-3 കുട്ടികളുള്ള ഒരു ഫാമിലിക്ക് ആണെങ്കിൽ ദുബായിൽ കൊച്ചുങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ വരുമ്പോൾ നല്ല പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പിന്നെ ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ മാത്രമല്ല, മെഡിക്കലും ഫ്രീ ആണ് ഇവിടെ. മെഡിക്കൽ ഫ്രീ ആണ്. പക്ഷെ നമുക്കൊരു എമർജൻസി കണ്ടീഷനിൽ നമുക്ക് കെയർ കിട്ടൽ ഇത്തിരി ഡിലേ ഉണ്ടാവും. പക്ഷെ വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിരിക്കും, ട്രീറ്റ്മെൻറ്റും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ഒരു തൊട്ട് മുന്നത്തെ ഒരു വീഡിയോ, തൊട്ട് 2 വീഡിയോ മുന്നത്തെ ഒരു വീഡിയോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു എമർജൻസി ആൾക്കൊരു ബെൽറ്റ് പാൽസി എന്നുള്ള ഒരു കണ്ടീഷൻ വന്നു. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം, അതൊന്ന് കണ്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എക്സ്പെൻസ് വൈസ് കാനഡ ഭയങ്കര എക്സ്പെൻസ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ പൈസ ഉണ്ടാക്കണം, ജോലി ചെയ്യാനായിട്ട് നല്ല മനസ്സായിട്ട് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പൺ വർക്ക് പെർമിറ്റിലാണെങ്കിൽ 2, 3, 4 ജോലിയൊക്കെ വെച്ചിട്ട് രാവിലെ വൈകുന്നേരം അങ്ങനെയൊക്കെ ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് ഫാമിലി ആയിട്ടുള്ളവർക്ക് എത്രത്തോളം അത് പോസിബിൾ ആവും എനിക്ക് അറിയില്ല, കുട്ടികളൊക്കെ ആയിട്ടുള്ള വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മനസ്സിൽ വരികയാണെങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് വരുന്നവർക്കായാലും അവർക്ക് തന്നെ ലോണൊക്കെ അടയ്ക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ സ്റ്റുഡൻസ് രാവിലെ ഒരു ഷിഫ്റ്റിന് പോവും, വൈകുന്നേരം ഒരു ഷിഫ്റ്റിന് പോവും. അങ്ങനെ 2 ജോലി 3 ജോലിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് അപ്പോൾ ടാക്സ് പോയാലും നമുക്ക് ഒരു പൈസ നമ്മുടെ എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും. പിന്നെ വേറൊരു മെയിൻ ഇവിടുത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് റെൻ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് റെൻറ്റ് ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇൻടേക്കൊക്കെ തിരിച്ച് ഗവൺമെൻറ് തന്നെ ലിമിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇനി അപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ റേറ്റ് പിന്നീട് കുറയുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ കറണ്ട്ലി ഇപ്പോൾ ഒരു 1500 മുതൽ 2500 3000 വരെയൊക്കെയാണ് ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ കിജിജി അങ്ങനത്തെ ഒക്കെ ആപ്പുകളുണ്ട്, മാർക്കറ്റ് പ്ലേസ്, അതിലൊക്കെ നോക്കി നമ്മൾ തന്നെ ഒരു മിനിമൽ റെൻ്റ് ഉള്ളതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പണിയെടുക്കുന്ന എമൗണ്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ കുറേ കനേഡിയൻസിൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യണം. അപ്പോൾ അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരാകെ ഒറ്റ ജോലി ചെയ്യണുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു ജോലി മാത്രമേ ചെയ്യണുള്ളൂ. അവരെക്കാളും ഡബിൾ പൈസ നമ്മൾ ഉണ്ടാക്കണ്ടാവും 2 ജോലിയൊക്കെ ചെയ്തിട്ട്. അതിൻ്റെ ഒരു ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് 2-3 ജോലിയും ചെയ്തിട്ടൊന്നും അങ്ങനെ ഒരുപാട് സേവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നതിന് നമ്മുടെ എമർജൻസി ഹോസ്പിറ്റൽ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ സേവ് ചെയ്യണം. അതെ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പൈസ നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ഉണ്ട്, പിന്നെ ഹെൽത്ത് ഇവിടെ ഫ്രീ ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ അവർക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കുറേ പ്രായമായിട്ടുള്ളവർ അവരിങ്ങനെ ചെറുതായിട്ട് ഡിമെൻഷ്യ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അവർ പിന്നെ ഫുള്ള് അവരുടെ സപ്പോർട്ട് ഗവൺമെൻറ്റാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അവർക്കുള്ള ഫുഡ്, അവരുടെ ഫുൾ എക്സ്പെൻസ് ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. അവർ ഹോസ്പിറ്റലായിരിക്കും ഒരു റൂം അവർക്കായിട്ട് കൊടുത്ത് അങ്ങനെയാണ് അവരവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടാവുക. അതെ. അപ്പോൾ ചേട്ടൻ്റെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആൾക്ക് ഒരു ജോലി നല്ലത് ഗവൺമെൻറ്റിൽ തന്നെ IT കിട്ടിയിരുന്നു. പക്ഷേ ആളിപ്പോൾ ഒരുപാട് എമൗണ്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലിക്കാരുടെ നിന്ന് നല്ല ടാക്സ് കട്ടാക്കും. പക്ഷെ അവർക്കത് റിട്ടയർ ആയി കഴിയുമ്പോൾ അത് അവർക്ക് പെൻഷൻ പോലെയും അവരുടെ എക്സ്പെൻസിനായിട്ട് ഗവൺമെൻറ് തന്നെ ഒരു ഫണ്ട് കൊടുക്കും. പക്ഷെ അതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സ്ഥിരമായിട്ട് താമസിക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നാലാണ് നമുക്കതൊക്കെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 20 വർഷം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പെൻഷൻ എമൗണ്ട് എന്തോ ഡബിൾ എന്തൊക്കെയാവുന്നു കുറേ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിവിടെ സ്ഥിരതാമസമാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഓപ്ഷനാണ് ഈ കാനഡ എന്ന് പറയുന്നത്. അങ്ങനെ ഗൾഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പണിയെടുക്കുന്നു, ആ സമയത്ത് അത്ര നാൾ പണിയെടുക്കുന്നു, അത്ര നാളത്തേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകാം. നമ്മുടെ കയ്യിൽ നിന്നുള്ള സാലറിയിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാനഡയും ഇപ്പം ഇതുപോലുള്ള മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളൊക്കെ. എന്നോട് അന്ന് ഏജൻസിക്കാർ ചോദിച്ചതാണ്, സ്റ്റുഡൻസിന് ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ് കാനഡയിലേക്ക് വരാനായിട്ട്. കാരണം അവിടെ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്, പിന്നെ അവർ പഠിച്ച പ്രൊഫഷണൽ ജോബ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ. അതൊക്കെ സത്യം തന്നെയാണ്. കാരണം എക്സ്പെൻസ് നല്ല കൂടുതലാണ്. അതെനിക്ക് തോന്നുന്നു അത് പ്രൊഫഷൻ അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ അതായത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജോലി സെയിം പ്രൊഫഷനുള്ള ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ IT, മെഡിക്കൽ ഈ 2 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ, എന്തായാലും ജോലിയൊക്കെ കിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വരണ്ട. ഇപ്പം എൻ്റെ കുറച്ച് മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കാം. അപ്പോൾ അതിനകത്ത് ഈ ജോലി സെർച്ച് ചെയ്യണ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫഷനിൽ തന്നെയുള്ള ജോലിയൊക്കെ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചേച്ചി, നീതുവിൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് PNP പ്രോഗ്രാം വഴി PR എടുത്തിട്ട് ഇവിടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരെ ആദ്യം ന്യൂ ഫൗണ്ട്ലാൻഡ് അവിടേക്ക് പോയ പക്ഷെ അവിടെ ജോലി അങ്ങനെ 2-3 മാസം എന്തോ നിന്നിട്ട് ആ സമയത്ത് ജോലി കിട്ടിയില്ല. അപ്പോൾ അതിന് ശേഷം പുള്ളിക്കാർ ടൊറൻറ്റോയ്ക്ക് മൂവ് ചെയ്തു. അങ്ങനെ അവിടെ ജോലി സെർച്ച് ചെയ്തിട്ട് അവിടെ അത്യാവശ്യം നല്ല കമ്പനിയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ കയറി അല്ലേ. ഇപ്പം ചേച്ചി ഞങ്ങളിവിടെയൊക്കെ ഉള്ള കാരണം കൊണ്ട് അപ്ലൈ ചെയ്യണ്ടായിരുന്നു. RBC എന്ന് പറഞ്ഞൊരു ബാങ്കിൽ പുള്ളിക്കാരി സെയിം ഫീൽഡിൽ തന്നെ ആൾക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളിപ്പം അടുത്ത ആഴ്ചയിൽ മൂവ് ചെയ്യും. അപ്പോൾ അതെ ഉണ്ട്, കിട്ടും, ജോലിയൊക്കെ കിട്ടും. ചിലപ്പോൾ ഒരു 3-4 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും നമുക്ക് നമ്മുടെ ജോബ് സെർച്ചിങ് സ്ട്രാറ്റജിയിലൊക്കെ സ്ട്രിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയൊക്കെ എന്തായാലും സിമ്പിളായിട്ട് കിട്ടും. 2 എക്സാമ്പിൾ പറഞ്ഞത് ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണ്, ചേച്ചി PR-ൽ വന്നതാണ്. 2 പേരും ഫൈനലി ഒരു പ്രൊഫഷണൽ ജോബിലേക്ക് എത്തി. ഇപ്പോൾ നേഴ്സുമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ്
രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെഡിക്കൽ ജോലികളുണ്ട്. ഇങ്ങനെ CCA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് അതെ, CCA, നഴ്സുമാർക്ക് തൊട്ട് കെയർ ഗിവർ, ഇത് അതിന് തന്നെ പവർലി $26 ഒക്കെ ഇവിടെ പേയ്മെന്റ് ഉണ്ട്. നല്ല അത്യാവശ്യം പേയ്മെന്റ് ഉള്ള ജോലികളൊക്കെ ഇഷ്ടം പോലെ മെഡിക്കൽ മേഖലയിലുണ്ട്. പിന്നെ വേറൊരു പ്രൊഫഷൻ പിന്നെയും ആൾക്കാർ എത്തപ്പെടണത് കണ്ടിട്ടുള്ളത് സോഷ്യൽ വർക്കാണ്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അവർക്ക് എന്തോ അവരുടെ ഈ ട്രാൻസ്ക്രിപ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ കയറി പിന്നെ അവിടുന്ന് ആ ജോലിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് സോഷ്യൽ വർക്കറായിട്ടൊക്കെ കയറണം. 1-2 പേര് കയറിയിട്ടുള്ള 1-2 പേരൊക്കെ അറിയാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, IT അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഇവിടെ ആ സെയിം പ്രൊഫഷൻ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള ഫീൽഡുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ, അതൊക്കെ നിങ്ങളുടെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. അപ്പം നിങ്ങളത് നിങ്ങളുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ കാനഡയിലൊക്കെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനനുസരിച്ച് നിങ്ങളൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് മാത്രം കാനഡയിലേക്ക് വരാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അല്ലാതെയുള്ള പ്രൊഫഷൻസ്, ഇപ്പം ഈ നേഴ്സ്, സോഷ്യൽ വർക്കറായിട്ട് ഇല്ലാതെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലികൾ ഇഷ്ടംപോലെ അവിടെ കിട്ടും. ഇപ്പോൾ ഞാൻ ഡെൻറ്റിസ്ട്രിയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഡെൻറ്റിസ്ട്രിയിൽ തന്നെ ലൈസൻസ് എടുക്കാനായിട്ട് ഇത്തിരി ടഫാണ്. പയ്യെ സമയം എടുത്തൊക്കെ പറ്റുള്ളൂ. അതും ഇത്തിരി എക്സ്പെൻസീവും അങ്ങനെ അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ക്ലയൻറ്റ് സർവീസ് അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു പോസ്റ്റാണ് ഒരു കെയർ ഹോമിൽ. അതേപോലെ പേഷ്യൻ്റ് ഒബ്സർവർ, അങ്ങനെ 2 ജോലികളൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ജോലികൾ, അതായത് നേഴ്സും CC അല്ലാതെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ കിട്ടാനൊക്കെ ഇത്തിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് ഒന്ന് നന്നായി സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഫഷൻ അല്ലാതെ ബാക്കിയുള്ളവർക്കും ജോലികളൊക്കെ കിട്ടും. പക്ഷേ ഈ പ്രൊഫഷണൽ ജോലികളിലേക്ക് അവരുടെ സെയിം പ്രൊഫഷനിലേക്ക് എത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ബാക്കി ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, മക്ഡി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടും. അങ്ങനെയുള്ള ജോലികൾ 2-3 ചെയ്ത് ഈ സേവ് ചെയ്യണവരൊക്കെ ഒരുപാട് സ്റ്റുഡൻസിനെ ഞങ്ങൾക്കറിയാം. പിന്നെ നീതു, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാമിലിയുടെയും ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അതായത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറാവുമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓരോ ഫാമിലിയുടെയും ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ കരിയർ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ വേറെയാണ്. അപ്പം അവരവരെന്നെ ചിന്തിച്ച് നമുക്കിത് സ്യൂട്ടാവോ എന്ന് ഇപ്പം ഒരു ഹസ്ബൻഡും വൈഫൊക്കെ ഇരുന്ന് 2 പേരും കൂടി അങ്ങോട്ട് ആലോചിച്ച് അവർ തന്നെ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതുപോലത്തെ തീരുമാനം എടുക്കാൻ, അതായത് മൈഗ്രേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് തോന്നിയത് അത് കറക്റ്റാണ്. കാരണം ഇപ്പം നാട്ടിൽ തന്നെ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ, നല്ല സെറ്റപ്പിൽ, നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ഒരാൾക്കാർക്ക് ഇവിടെ വന്ന് എത്രത്തോളം ഇഷ്ടമാവും നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പം ദുബായിലായാലും ഭയങ്കര നല്ല പോസ്റ്റിലൊക്കെ ഇരിക്കണവര് കാനഡ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദുബായിൽ 25,000 ദിറംസ്, എൻ്റെ മാനേജർ പുള്ളിക്കാരന് 10-35,000 ദിറംസ് സാലറി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാധനം. അല്ല, അതാ പറഞ്ഞത്. ഇപ്പൊ നാട്ടിലെ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണൊക്കെ ആണെങ്കിൽ അവിടെ ഓൾറെഡി സെറ്റ് ആയവരാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ സെറ്റ് ആവാൻ നോക്കണേല് ആവശ്യമില്ല. അതേപോലെ ദുബായിലായാലും ഭയങ്കര നല്ല പോസ്റ്റുകൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് യൂറോപ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞ് വന്നതില് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം അവിടുത്തെ മെഡിക്കലും എഡ്യൂക്കേഷനൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന സാലറി ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനോട് വരേണ്ട ആവശ്യം? അത് അവിടെ വേറെ അഡ്വാൻറ്റേജ്. ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ പോണെങ്കിൽ 4 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്താൽ മതി. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്കൊന്ന് വൺസ് നാട്ടിൽ പോണെങ്കിൽ നമ്മള് ഒരു ദിവസമൊക്കെ ഇരുന്ന് മെനക്കെട്ടാൽ. അയ്യോ, വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിർത്താട്ടാ. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനം എടുത്ത് ഒരു ഡിസിഷൻ എടുത്ത് വരാൻ നോക്കണമെങ്കിൽ വരാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.